മഴ വരുന്ന ലക്ഷണമുണ്ട്. പെയ്യില്ല, നടക്കാം. ഞാൻ കാശെടുത്തില്ല. കൊടുത്തു. വലിയ ആളുകള് കാശ് കൊണ്ട് നടക്കാറില്ല. ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. എന്നോട് പോടാമോ നിനക്ക്? ഓടാം. റെഡി? 1 2 3. മോതിരം. അമ്മ വൈരമോതിരം. വേറെ 1 ലക്ഷം രൂപ. അത്രേ വിലയുള്ളൂ? വെറും 1 ലക്ഷം രൂപ? ചേച്ചിക്ക് ലക്ഷം എന്ന് കേട്ടാൽ വിശേഷിച്ചൊന്നും തോന്നില്ല അല്ലേ? നോക്കട്ടെ. സ്വർണ്ണമോതിരമൊക്കെ ഊരി വെച്ചിരിക്കുകയാണോ? നിന്റെ മോതിരം ഞാൻ ലേലത്തിലെടുത്തു. നീയൊരു തമാശ പറ. ചിരിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ പറ. ചേച്ചിയെ പോലെ ഒരു സ്ത്രീയെ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. മുടി മാത്രം ചെമ്പനാക്കി നീല ഷർട്ടും നീല ജീൻസും ഇട്ടാൽ അത് തന്നെ. ആരാണ്? പേര് ഓർമ്മയില്ല. പക്ഷെ ആയമ്മ പറ, എന്തായാലും പറ. മഴ വരുന്നു. പോവാം. ഇനി എന്നെപ്പറ്റി പരാതി കൊടുക്കണം, എന്നിട്ട് എന്നെ തല്ലിക്കണം. ആ മാതാമ്മ തല്ലി നിങ്ങളും ഒക്കെ ഒരേ കണക്കാണ്. നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഒന്നും വിചാരിക്കരുത്. ഞാൻ ഒരിഷ്ടം തോന്നിയപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ഇഷ്ടം? നിനക്കെന്നെ ഇഷ്ടമായോ? മുതലാളി എന്നെ കൊല്ലും. മുതലാളി ഒന്നും ചെയ്യില്ല.
ബാധ ഒഴിഞ്ഞു എന്ന് വിചാരിക്കും. മുതലാളി എന്റെ ആരുമല്ല. അല്ല, എന്റെ ഭർത്താവല്ല. വയറ്റിപ്പിഴപ്പിന് വേണ്ടി വിളിക്കുന്നവരുടെ കൂടെ പോകും. എന്നെ പോലത്തെ പലരെയും ഇവിടെ വരുന്ന മുതലാളിമാരുടെ കൂടെ നീയും കണ്ടിട്ടുണ്ടാവും. ഞാൻ അയാളുടെ ആരുമല്ല. എനിക്ക് ബംഗ്ലാവില്ല, ലക്ഷങ്ങളില്ല. 10ാം ക്ലാസ് തോറ്റപ്പോൾ തൊട്ട് പണി അന്വേഷിച്ചു. എന്ത് കിട്ടാൻ? വീട് പിഴയ്ക്കണ്ടേ? നീ? അതെ, നിനക്കും എന്നെ വാങ്ങാം, കുറച്ച് കാശുണ്ടെങ്കിൽ. പോണ്ടേ? എപ്പോഴും എന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും മിസ്സസിന്. ഞാൻ കാരണം കുടുംബകലവും വേണ്ട. എനിക്കും അവൾക്കും സംസാരിക്കാൻ ഒരു വിഷയവുമില്ല. അവൾ അവളുടെ വഴിക്ക് നടക്കട്ടെ. നിൽക്കൂ. ഞാൻ പിന്നെ എന്താ പറയേണ്ടെന്നറിയില്ല. ഇത് സെറ്റിൽ ചെയ്താൽ പിന്നെ ഏയ് ഒന്നുമില്ല, വല്ല ജോലിക്കും പോവാം. നോ പ്രോബ്ലം. യു ആർ യങ്. ഒരു പരീക്ഷണം തെറ്റിപ്പോയെന്ന് വെച്ച് എല്ലാം തകർന്ന് സന്യസിക്കണമെന്നുണ്ടോ? യു ക്യാൻ മാരി. കല്യാണം കഴിച്ച് വീണ്ടും സെറ്റിൽ ചെയ്യും. ഒന്ന് ചോദിക്കാൻ മടിച്ചു വെച്ചതാണ്. എന്നെപ്പറ്റി ശരിക്കറിയുമോ? യു ആർ നൈസ്. എന്നോട് ദയയോ സഹതാപമോ ഒക്കെ ഉണ്ട്. താങ്ക് യു. അതല്ലോ ചോദിച്ചത്. ഞാൻ ഒന്നുമല്ല, ഒന്നും ആയില്ല. ഒരു കൊള്ളരുതാത്തവൻ. ജീവിതത്തെപ്പറ്റി ഗൗരവമായി ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ വഴിതെറ്റി നടന്നു. ഓ, അതൊക്കെ ഉണ്ടാവും. രക്ഷിതാവ് സർക്കാർ മാത്രമായിരുന്നല്ലോ. മുതിർന്നപ്പോ ഞാനൊരു കാര്യം പറഞ്ഞാൽ നടുങ്ങരുത്. എന്നാൽ അതൊന്ന് കേൾക്കണം. നടുങ്ങുന്നതും ഒരു അനുഭവമാണല്ലോ. എനിക്ക് ശ്രീദേവി ഇഷ്ടായി. ആ പഴയ ചിങ്കന്റെ ഓർമ്മ എനിക്കും ഇഷ്ടായി. ഇപ്പോഴത്തെ ഞാൻ ശല്യമായിട്ടുണ്ടാവും. നോ, യു ആർ മോർ നൈസ് ടു മീ. I like you. I know. I love you. I want you. നോക്കൂ, നമ്മൾ അതിർത്തി കടക്കരുത്. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. എനിക്കില്ലാത്തത് അതാണ്, നല്ല ഫ്രണ്ട്സ്. എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ്. അതിലൊതുക്കി എന്നെ മാറ്റി നിർത്തല്ലേ. ഐ വാണ്ട് യു. വീണ്ടും കണ്ടുമുട്ടാൻ അല്പം വൈകിപ്പോയിന്ന് വിചാരിക്കാം. രണ്ടാൾക്കും നടക്കൂ. മിസ്സസിനെ ഇങ്ങനെ തനിച്ചു വിട്ട് വിഷമിപ്പിക്കരുത്. വരൂ. മിസ്സസ്, സത്യം കേട്ടാൽ എന്നെ പറ്റി കൂടുതൽ അറപ്പ് തോന്നും. എന്നാണെങ്കിലും ഇതറിയും. അതുകൊണ്ട് പറയാം, ഇപ്പോ അവളെന്റെ ആരുമല്ല. ജയശ്രീ ആരുമല്ല. വാടകയ്ക്കെടുത്തൊരു പെണ്ണ്. ആര് വിളിച്ചാലും കൂടെ പോകുന്നൊരു കോൾ ഗേൾ. ഇറ്റ്സ് ഓൾ എ മിസ്റ്റേക്ക്. ഗർഭിണിയല്ലേ? അവൾ ഗർഭിണിയല്ലേ?
കളവ് ഒരു കഥയായി, ഒരു കളവ് മറയ്ക്കാൻ 100 കളവ്. ഒരു സ്ത്രീയെ കാണാൻ കാത്തിരിക്കുക, ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുക, ഒറ്റയ്ക്കാവുമ്പോൾ സങ്കല്പിക്കുക. എനിക്ക് അതൊരു പുതിയ അനുഭവമാണ്. ഒരു ഉപകരണം പോലെ സ്ത്രീകളെ വിലയ്ക്ക് വാങ്ങി, ഒരു വിനോദം. പിന്നെ അത് ജീവിതത്തിൽ റൊട്ടീനായി മാറി. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നി തുടങ്ങിയത് ശ്രീദേവിയെ കണ്ടുമുട്ടിയപ്പോഴാണ്. മാംസത്തിനു വേണ്ടി അല്ലാത്തൊരു മോഹം. എന്നെ അത്രയ്ക്ക് അടുത്തറിയില്ലല്ലോ. ഒരു ഫാൻസി, അത് മറന്നേക്കോ? നോ, അറിയാൻ ചിലപ്പോ ഒരു സെക്കൻഡ് മതി. മൂത്താശാരിയുടെ മന്ത്രത്തെ പറ്റി പറഞ്ഞില്ലേ? ആ മൂത്താശാരി പാറക്കെട്ടിൽ വടികുത്തി വെച്ച് ഇവിടെ കുഴിച്ചോളൂ, വെള്ളം കാണും എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. തോന്നൽ, പ്രേരണ, ഇൻറ്റ്യൂഷൻ. സോറി, എനിക്കത് പറഞ്ഞിപ്പിക്കാൻ വയ്യ. അറിയാൻ ഇതെന്തൊക്കെയുള്ള ഒറ്റ നിമിഷം മതി, ഒരു സെക്കൻഡ്. ഞാൻ കൂടെ ഉണ്ടാവാം എന്നും. എനിക്ക് സഹതാപം വേണ്ട. അറിയാം, എനിക്കാണ് ആവശ്യം. ആലോചിക്കാൻ ഇത് മനസ്സിൽ വെക്കാമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ എന്നെ ഒന്ന് തനിച്ചു വിടൂ പ്ലീസ്.